മിക്ക ആണുങ്ങൾക്കും അറിയാത്തൊരു സീക്രട്ടാണിത്. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു പെൺകുട്ടിയോട് എന്ത് പറയണം, എങ്ങനെ പറയണം, സംസാരം നിർത്തിയാലും അവൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. മൈൻഡ് സെറ്റ്. ആദ്യം വേണ്ടതിതാണ്. അവൾ വെറുമൊരു മനുഷ്യനാണെന്ന് ഓർക്കുക. കാണാൻ ഭംഗിയുണ്ട് എന്ന് കരുതി അവളെ ഒരു ദൈവമായി കാണരുത്. എപ്പോഴും നിങ്ങളാണ് ഹൈ വാല്യൂ എന്ന് സ്വയം വിശ്വസിക്കുക. അത് പുറത്ത് കാണിക്കുക. നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സ്കാൻ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ലോജിക്ക് വെച്ചല്ല, ഇമോഷൻ വെച്ചാണ് തീരുമാനമെടുക്കുന്നത്. ആരോട് ആകർഷണം തോന്നണമെന്നത് അവരുടെ ചോയ്സ് അല്ല, അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ്. അവളുടെ ആ റഡാർ ചെക്ക് ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങൾ അവളേക്കാൾ മുകളിലാണോ അതോ താഴെയാണോ. നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ അവൾക്കത് മനസ്സിലാകും. നിങ്ങൾ അവളേക്കാൾ താഴെയാണെന്ന് അവൾക്ക് തോന്നിയാൽ ആകർഷണം അവിടെ തീർന്നു. മറിച്ച് നിങ്ങളൊരു പ്രൈസ് ആണെന്ന് അവൾക്ക് ഫീൽ ചെയ്താൽ അവൾക്ക് നിങ്ങളോട് വല്ലാത്തൊരാകർഷണം തോന്നും. ആദ്യം ബോഡി ലാംഗ്വേജ് നോക്കാം. ഓൺലൈനിൽ കണ്ടതൊക്കെ മറന്നേക്ക്. ഈ 3 നിയമങ്ങൾ മാത്രം മതി. റൂൾ നമ്പർ 1: ഡോണ്ട് ലീൻ ഇൻ. മുന്നോട്ട് ആഞ്ഞ് സംസാരിക്കരുത്. മിക്ക ആണുങ്ങളും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചാഞ്ഞിരിക്കും. അത് അത്യാഗ്രഹമാണ് കാണിക്കുന്നത്. കുറച്ച് പിന്നോട്ട് മാറിയിരിക്കുക. അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ. റൂൾ നമ്പർ 2: ബി വില്ലിംഗ് ടു വാക്ക് അവേ. അവൾ നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ സോറി പറയാൻ നിൽക്കരുത്. ഒരു ചിരിയോടെ ഫെയർ എനഫ്, നിനക്കെന്നെ താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് തമാശ രൂപേണ പറഞ്ഞ് തിരിഞ്ഞു നടക്കുക. സുന്ദരികൾക്ക് ആണുങ്ങൾ പുറകെ നടക്കുന്നതാണ് ശീലം. നിങ്ങൾ ധൈര്യമായി തിരിഞ്ഞു നടന്നാൽ പലപ്പോഴും അവൾ നിങ്ങളുടെ പുറകെ വരും. റൂൾ നമ്പർ 3: സിറ്റ് ലൈക്ക് ദ ഹയർ വാല്യൂ പേഴ്സൺ. നമ്മൾ ബോസിന്റെ അടുത്തിരിക്കുന്നതെങ്ങനെയാണ്? വടി പോലെ അധികം അനങ്ങാതെ അനാവശ്യമായി ചിരിച്ച്. എന്നാൽ ക്ലോസ് ഫ്രണ്ടിന്റെ കൂടെയോ റിലാക്സ്ഡായി കൈകാലൊക്കെ വിടർത്തിയിരിക്കും. അതുപോലെ ഇരിക്കുക. കംഫേർട്ട് ഈക്വൽസ് കോൺഫിഡൻസ്. നിങ്ങൾ പോസ് ചെയ്യാൻ നോക്കിയാൽ അത് ഇൻസെക്യൂരിറ്റിയാണ് കാണിക്കുന്നത്. ഇനി എന്ത് സംസാരിക്കണം? ഈ ഫോർമുല ഉപയോഗിക്കുക. 50% അവളെക്കുറിച്ച്, 30% ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, 20% നിങ്ങളെക്കുറിച്ച്. എന്തിനാണെന്നോ? ആർക്കാണോ മറ്റൊരാളുടെ അംഗീകാരം വേണ്ടത് അവരാണ് സ്വന്തം കാര്യം കൂടുതൽ സംസാരിക്കുക. ഒരു ഇന്റർവ്യൂ ആലോചിച്ചു നോക്ക്. ബോസ് കുറച്ചേ സംസാരിക്കൂ, ജോലി ആവശ്യമുള്ളവൻ നിർത്താതെ സംസാരിക്കും. അതുപോലെ ആവരുത്. ദ 50% അബൌട്ട് ഹെർ. അവളുടെ ലൈഫ്, കുട്ടിക്കാലം, പാഷൻ ഇതൊക്കെ ചോദിക്കുക. എന്നിട്ട് കേട്ടിരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ച് ലെറ്റ് ഹെർ ടോക്ക് ഹെർസെൽഫ് ഇൻ ടു ലൈക്കിംഗ് യു. ദ 30% എൻവയൺമെന്റ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യവും സംസാരിക്കാം. തമാശകളോ ചുറ്റുമുള്ള കാര്യങ്ങളോ എന്തും. അവിടെ സീരിയസ് ആവാനോ ഇംപ്രസ് ചെയ്യാനോ നോക്കരുത്. വർഷങ്ങളായി അറിയാവുന്ന ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന വൈബ് കൊണ്ടുവരിക. വാക്കുകളേക്കാൾ പ്രധാനം വൈബാണ്. ദ 20% അബൌട്ട് യു. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. സ്വന്തം തള്ളുകൾ ഇവിടെ വേണ്ട. ഇംപ്രസ് ചെയ്യാൻ നോക്കരുത്. പകരം സ്വയം കളിയാക്കുക. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ തമാശയായി പറയുക. എനിക്ക് നിന്റെ ആരാധന ആവശ്യമില്ല എന്ന ആറ്റിറ്റ്യൂഡാണത്. അത് ഭയങ്കര അട്രാക്റ്റീവാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തുറന്നു പറയരുത്. ഉദാഹരണത്തിന്, അവൾ എവിടെയാ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ റിലാക്സ്, നമ്മൾ കണ്ടതേ ഉള്ളൂ, അപ്പോഴേക്കും ഇന്റർവ്യൂ തുടങ്ങിയോ? ചിരിച്ചുകൊണ്ട്. അവൾ ശനിയാഴ്ച ഫ്രീ ആണോ? നിങ്ങൾ ഒരു പരിപാടി ഉണ്ട്, അത് വഴിയെ പറയാം. ചെറിയ സൂചനകൾ കൊടുക്കുക. ബാക്കി സസ്പെൻസായി വയ്ക്കുക. ഉത്തരം കിട്ടാൻ വേണ്ടി അവൾ നിങ്ങളുടെ പുറകേ വരും. ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. നിങ്ങളീ കാണിക്കുന്നത് റിയലാണോ അതോ അഭിനയമാണോ എന്ന് അവളുടെ റഡാർ ചെക്ക് ചെയ്യും. കളിയാക്കൽ, ലേറ്റ് റിപ്ലൈ, വിയോജിപ്പുകൾ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. മിക്ക ആണുങ്ങളും ഇവിടെ പാനിക്കായി തോറ്റുപോകും. നിങ്ങളുടെ ജോലി ഇത്രമാത്രം: കുലുങ്ങാതെ, റിയാക്ട് ചെയ്യാതെ കൂളായി നിൽക്കുക. നിങ്ങൾ ആ ഫ്രെയിമിൽ തന്നെ നിന്നാൽ അവൾക്ക് നിങ്ങളോടുള്ള ആകർഷണം ഇരട്ടിയാകും. പേടിക്കണ്ട, അടുത്ത എപ്പിസോഡിൽ ഈ ടെസ്റ്റുകളെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേ ഷാർപ്പ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.